കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. സിപിഎമ്മിനെയും പാർട്ടിയുടെ 3 മുൻ ജില്ലാ സെക്രട്ടറിമാരെയും കേസിൽ ഇഡി പ്രതിയാക്കിയിട്ടുണ്ട്. എന്നാൽ തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്ന് കണ്ടെത്തി ക്രൈംബ്രാഞ്ച് 1-ാം പ്രതിയാക്കിയ ആൾ ഇഡി കേസിൽ പ്രതിയല്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോശയാണ് കൊച്ചി PMLA കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി ചേർത്ത 27 പ്രതികൾ ഉൾപ്പെടെ മൊത്തം 83 പേരാണ് കേസിലെ പ്രതികൾ. തട്ടിപ്പിലൂടെ 180 കോടി രൂപ പ്രതികൾ സമ്പാദിച്ചതായാണ് ഇഡിയുടെ കണ്ടെത്തൽ. അന്തിമ കുറ്റപത്രത്തിലെ പ്രതിപ്പട്ടികയിൽ 68ാമത്തേത് CPIM ആണ്. പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിമാരായ കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ക്രൈംബ്രാഞ്ച് മുഖ്യപ്രതി എന്ന് കണ്ടെത്തിയ ബാങ്ക് മുൻ സെക്രട്ടറി ഇഡി കേസിൽ പ്രതിയല്ല. മറ്റ് പ്രതികൾക്കെതിരെ മൊഴി നൽകിയ മാപ്പുസാക്ഷി മാത്രമായി മാറി. മുഖ്യപ്രതിയെ മാപ്പുസാക്ഷിയാക്കി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ തെളിവുണ്ടാക്കി രാഷ്ട്രീയ പാർട്ടിയടക്കം പ്രതിയാക്കിയ ഒരു കേസായി ഇതോടെ ഇഡി കേസ് മാറി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത. കോടതിയിൽ കുറ്റപത്രം എത്തുന്നതിന് മുൻപ് തന്നെ ചില മാധ്യമങ്ങൾക്ക് അക്കാര്യം ചോർത്തി നൽകി വാർത്തയാക്കുകയും ചെയ്തു. കേസൊതുക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കരുവന്നൂർ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. ഇക്കാര്യങ്ങളാണ് ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കാൻ CPM ചൂണ്ടിക്കാട്ടുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.